എസ് കെ പൊറ്റക്കാടിൻ്റെ മഹത്തായ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. കോഴിക്കോട് എന്ന ദേശത്തിനുമുണ്ട് കഥ. അതിലെ പ്രധാനപ്പെട്ട ഏടാണ് മിഠായി തെരുവ്. സാംസ്കാരികതയും കച്ചവടവും ഒന്നിക്കുന്ന മിഠായി തെരുവ്. നാടുകൾ ഏറെ കണ്ട, കടൽ കടന്ന കേരളത്തിൻ്റെ സ്വന്തം ലോകസഞ്ചാരി കൂടിയാണ് എസ് കെ പൊറ്റക്കാട്. എന്നിട്ടും എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടെത്തി തനിക്ക് മിഠായി തെരുവിലൂടെ നടന്നാൽ മതിയെന്ന് ആ തെരുവിൻ്റെ കഥാകാരൻ പറഞ്ഞു. ആ തെരുവ് അങ്ങനെയാണ്. സംഗീത പരിപാടികളും പുസ്തക ചർച്ചയും പ്രസംഗങ്ങളുമെല്ലാം നിറയുന്നൊരിടം. പൗരാണിക കാലം മുതൽ ഏതൊരു നാടിൻ്റെയും വളർച്ചയിൽ നിർണായക പങ്കാണ് കച്ചവടത്തിനുള്ളത്. നാടിൻ്റെ ആകെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റത്തിൽ ഒരു വാണിജ്യ കേന്ദ്രം എപ്രകാരം ഉൾപ്പെട്ടു എന്നതിൻ്റെ തെളിവ് കൂടിയാകുന്നു കോഴിക്കോടിൻ്റെ ഈ ഹൃദയഭാഗം. അതായത് കോഴിക്കോട് മിഠായി തെരുവിനും കാലങ്ങളുടെ പഴക്കവും പാരമ്പര്യവും. അതായത് ഇവിടെയായിരുന്നു സാമൂതിരിയുടെ കോവിലകൾ നിന്നിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. MTയും KT മുഹമ്മദും എസ് കെ പൊറ്റക്കാടും KA കൊടുങ്ങല്ലൂർ തുടങ്ങിയ നിരവധി സാഹിത്യകാരന്മാർ ഒത്തുചേർന്ന് അവർ സല്ലപിച്ചിരുന്നൊരു സ്ഥലം. സൗഹൃദത്തിൻ്റെ സത്യത്തിൻ്റെ ഒരു നഗരം എന്ന് പണ്ടേ പേര് കേട്ടിരുന്നൊരു സ്ഥലം. ഈ മിഠായി തെരുവിലൂടെ നടന്നുപോയ എത്രയോ ആളുകളുടെ കാൽപ്പാടുകൾ ഇന്നും അവിടെ പലയിടങ്ങളിലായിട്ട് ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അവരുടെ ശബ്ദങ്ങളും ഇവിടെ ഉണ്ടാവാം. ഈ എസ് കെ പൊറ്റക്കാട് നമ്മുടെ ഒരു കക്ഷത്തിലൊരു ചെറിയ പുസ്തകവും വെച്ചിട്ട് തലകുലുക്കി നടന്ന് ആ രാധാ തിയേറ്ററിൻ്റെ അടുത്തുള്ള നേരെ ഓപ്പോസിറ്റിലുള്ള ആ കടയിൽ പോയി സല്ലപിക്കുന്നത്. ഞങ്ങളോടൊപ്പം ധാരാളം സമയം അവർ ചെലവഴിച്ചിരുന്നു. KA കൊടുങ്ങല്ലൂരിനെ പോലുള്ള ആളുകൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളായിട്ട് സല്ലപിക്കാറുണ്ടായിരുന്നു. ഇറച്ചി കഷ്ണം പോലെ തോന്നിയ ഹൽവകൾ സമൃദ്ധമായി ലഭിച്ചിരുന്ന തെരുവിനെ ഇംഗ്ലീഷുകാർ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു. അങ്ങനെ SM സ്ട്രീറ്റ് എന്ന പേര് വീണു. ആ പേര് മലയാളീകരിക്കപ്പെട്ട് പിന്നീട് മിഠായി തെരുവായി എന്നതാണ് ചരിത്രം. തെരുവും തെരുവിനെ മുറിച്ചു പോകുന്ന പാതകളും ഉൾപ്പെടുന്ന ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർ മാത്രം ദിനംപ്രതി ആയിരങ്ങളാണ്. ഞങ്ങൾ തന്നെ ഏകദേശം വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ്. പലർക്കും നിങ്ങളെ നോക്കിയാൽ അറിയാം, പലരും പ്രായം ചെന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചെറുപ്പക്കാരും പ്രായം ചെന്നവരും എന്നൊരു വിവേചനം ഇല്ലാതെ ഇവിടെ ഒത്തുകൂടി പാട്ട് പാടും, കഥ പറയും, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സായാഹ്നമാണ് ഈ നടന്നു പോകുന്നത്. ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കോഴിക്കോടിനെയും മിഠായി തെരുവിനെയും മാറ്റാനുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് കരുത്തായി ടൂറിസം വകുപ്പും സംസ്ഥാന സർക്കാരുമുണ്ട്. പ്രകടമായ മാറ്റങ്ങൾ നാൾക്കുനാൾ സംഭവിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിലുള്ള കോഴിക്കോടിൻ്റെ മുഖമുദ്രയായി തെരുവ് തെളിഞ്ഞു തന്നെ നിൽക്കുമെന്നത് തീർച്ച.